കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിൽ സമ്മേളിച്ച് പ്രത്യേകമായി ലോകത്തിൽ ഭ്രൂണഹത്യ മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ വലിയ വേദനയിൽ പങ്കുചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി മനസ്സ് കാണിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, മാതാപിതാക്കൾ, അതിനുവേണ്ടി സഹകരിക്കുന്ന ആളുകൾ, ഇവരുടെ എല്ലാം വലിയ മാനസാന്തരത്തിന് വേണ്ടി നിഷ്കളങ്ക രക്തം ഈ ഭൂമിയിൽ വീണ് ഭൂമി ഉരുകിത്തീരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അനേകം കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിൽക്കാൻ ദൈവം അനുവദിക്കും. ഇന്ന് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. കണ്ണീരോടും വിലാപത്തോടും കൂടെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ഉറപ്പാണ് ഈ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്ന ഘടകം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകം കുരുന്ന് ജീവൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. ആ കുരുന്ന് ജീവൻ നശിക്കാതിരിക്കാൻ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പ്രവർത്തിക്കും. അതിന് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം, ഒരു ശക്തി വേണം, ഒരു കൃപ വേണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവെ ഈ പ്രാർത്ഥന ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ചെയ്തു തീർക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അതിനുള്ള ജ്ഞാനവും പ്രാർത്ഥിക്കാനുള്ള നല്ല മനസ്സും കൃപയും എല്ലാം തന്ന് അഭിഷേകത്തോടെ ഈ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർത്താൻ വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കരങ്ങളെ യാതനാരൂപം തുറന്നു പിടിച്ച് നമ്മുടെ കർത്താവിൻ്റെ മുഖം മനസ്സിലോർത്ത്, നമ്മുടെ മുൻപിൽ രണ്ടുപേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് നമ്മുടെ മധ്യേ യേശു ഉണ്ട്. ഈ ദേവാലയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആത്മാവിൻ്റെ ശക്തിയാൽ ഉണർവോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അത് വിശ്വസിച്ച് കരങ്ങൾ യാതനാരൂപം പിടിച്ച് പാട്ട് പാടുമ്പോൾ അറിയാവുന്നൊരു കൂടെ പാടി, പരിശുദ്ധാത്മാവെ ഈ പ്രാർത്ഥന നന്നായിട്ട് ചെയ്യാൻ എന്നെ ഉണർത്തണമേ, ആത്മീയവും ശാരീരികമായ ഉണർവ് എനിക്ക് നൽകണമേ, അഭിഷേകം നൽകണമേ, കണ്ണീരോടും വിലാപത്തോടും കൂടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ യാതനാരൂപം പിടിച്ച് നമുക്ക് പാടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വന്നാലും ആത്മാവേ, പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, തന്നാലും അരൂപിയേ, സ്വർഗാരൂപിയേ. വന്നാലും ആത്മാവേ, പാവനാത്മാവേ, തന്നാലും അരൂപിയേ, സ്വർഗാരൂപിയേ. വിജ്ഞാനത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ. അറിയാവുന്നവർ ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശാലയിൽ ആഗമിച്ചപ്പോ ആത്മാവേ നീ വന്നിടണേ. സെക്കിയോൻ ശാലയിൽ ആഗമിച്ചപ്പോ ആത്മാവേ നീ വന്നിടണേ. ആത്മീയദാനം ഹൃദയത്തിലെന്നും പരമപിതാവേ നൽകിയിടണേ. വിജ്ഞാനത്തിൻ ആത്മാവേ വരണമേ, ആശ്വാസത്തിൻ ആത്മാവേ
വരണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുകയാണ്. ഈ ആത്മാവിൻ്റെ ബലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് വലിയൊരു അഭിഷേകം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ലോകത്തിൽ ഭ്രൂണഹത്യ മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അത് ചെയ്യുന്നവർക്കും അതിനുള്ള സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം കനിഞ്ഞ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഇന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദിവസമാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഓ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. വലിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു അഭിഷേകത്തിലേക്ക് ഞങ്ങൾ ഉയർത്തണമേ കർത്താവേ. കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിലെ സകല നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചേർത്ത് വെച്ച് അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയം ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഒരു മാതാവോ പിതാവോ തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ, അതിനെ നശിപ്പിച്ച് കളയാൻ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് അവർ പിന്തിരികയും അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ കുഞ്ഞുങ്ങൾ ഭ്രൂണഹത്യ മൂലം ലോകത്ത് നശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കരുണ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടും വിലാപത്തോടും കൂടി പ്രാർത്ഥിക്കുക. അവിടുന്ന് ഉത്തരം നൽകും. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് ആ കണ്ണുനീരിന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിൽ എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും പാപപ്രവൃത്തിയുടെ ഫലമായി, ഏതെങ്കിലും തെറ്റായ പ്രവൃത്തിയുടെ ഫലമായി, അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരറിയാതെ പെട്ടെന്ന് ഒരു വ്യക്തിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ, അതിനെ സ്വീകരിക്കാൻ പറ്റാതെ, ഇത് ഞങ്ങൾക്കൊരു ബാധ്യതയാണ്, ഇതിനെ വേണ്ട, ഇതിനെ കൊന്നുകളയാം എന്ന് തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ തീരുമാനത്തെ മാറ്റും, അവരുടെ ആലോചനകളെ മാറ്റും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ, നേഴ്സുമാരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ തീരുമാനത്തിൽ നിന്ന്, അവരുടെ അതിൻ്റെ ആഗ്രഹത്തിൽ നിന്ന്, ആ പണത്തോടുള്ള താല്പര്യത്തിൽ നിന്ന് പിന്മാറും. മനുഷ്യജീവൻ്റെ വില അവർ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അനുവദിച്ചതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്ര മനോഹരമായി ഈ ഭൂമിയിൽ നിൽക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി, ആരോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതിൻ്റെ ഫലമാണ്. നമ്മളിനി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിയിൽ പിറക്കാതെ പോകുന്ന ഒരുപാട് ജീവൻ്റെ മേലെ കർത്താവിൻ്റെ കരുണ ചൊരിയാൻ പോവാണ് ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിൽ നിന്ന് ഒരു കൊച്ചു പ്രാർത്ഥനകൾ ഓരോരുത്തരും മാറി മാറി ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന ഒരു കൊച്ചു പ്രാർത്ഥന, ഈ ഭ്രൂണഹത്യ ചെയ്യുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയോ, സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ അതുമൂലം മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഓരോ കൊച്ചു പ്രാർത്ഥനകൾ സമൂഹത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കിട്ടുന്നവർ നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക. സമൂഹം ആ സമയത്ത് മറുപടിയായി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് മറുപടിയായി പറയുകയും ചെയ്ത് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ സജീവമായി നമുക്ക് പങ്കുചേർന്നുകൊണ്ടിരിക്കാം. കർത്താവായ ദൈവമേ, ഇപ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശക്തിയേറിയ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, അത്ഭുത അഭിഷേകത്താൽ അവരുടെ മനസ്സിലെ മാറ്റത്തിലേക്ക് നയിക്കണമേ. ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ കർത്താവേ അവരുടെ മേൽ നിന്റെ കരുണ ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, ഈ ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്ന എല്ലാവരെയും കർത്താവെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരിലേക്ക് മാനസാന്തരത്തിൻ്റെ ഒരു മാനസാന്തരം അവരിലുണ്ടാകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
കർത്താവായ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി കളമൊരുക്കുന്ന ആശുപത്രി അധികൃതരെ, ഡോക്ടർമാർ, നേഴ്സുമാർ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് വിലപ്പെട്ടതാണെന്നുള്ള വലിയ ബോധ്യം അവർക്ക് നൽകണമേ. ഒരു പാപബോധം അവർക്ക് നൽകണമേ. കർത്താവേ, ആ തീരുമാനത്തെ അവർ പിന്തിരിയാനുള്ള കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവായ ഈശോയെ, ഉദരഫലം അവിടുത്തെ ദാനമാനുള്ള വലിയ ബോധ്യത്തോടുകൂടിയും ജീവനെ സ്വീകരിക്കുവാനും സംരക്ഷിക്കുവാനും വളർത്തുവാനുള്ള ബോധ്യവും വിശ്വാസവും നൽകി ഓരോ മാതൃത്വത്തെയും പിതൃത്വത്തെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇനി 2 വർഷത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ഒത്തിരി ദാമ്പത്യ ജീവിതക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കെല്ലാവർക്കും അങ്ങനെയുള്ള തോന്നലുകളെല്ലാം മാറി കർത്താവെ, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, കുഞ്ഞുങ്ങളാണ് നമ്മുടെ എല്ലാം എന്നുള്ള ബോധ്യത്തോടു കൂടെ ജീവിക്കാൻ തക്ക കൃപ നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ എല്ലാവരും കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കാരുണ്യവാനായ നല്ല ഈശോയെ, ഭ്രൂണഹത്യയിലൂടെ മരിച്ചുപോയിട്ടുള്ള ഓരോ കുഞ്ഞുമക്കളുടെ ആത്മാക്കളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഓരോ മാതാപിതാക്കൾക്കും തങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് മാനസാന്തരം ഉണ്ടാകുവാനും ഇനി മേലിൽ അത് ആവർത്തിക്കാതെ ഓരോ ജീവനും വില കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ജീവനാണ് തങ്ങളുടെ ഉദരങ്ങളിലുള്ളതെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ നൽകിക്കൊണ്ട് ഓരോ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് 2 കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്. വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിഷ്കളങ്ക രക്തം കുടിക്കാൻ വാവിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ഭൂമിയിൽ ആദ്യം വീണ രക്തമാണ് ആബേലിൻ്റെ രക്തം. പ്രിയപ്പെട്ടവനെ, സ്വന്തം സഹോദരനാൽ അവൻ വധിക്കപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ സ്വന്തം അമ്മയാൽ അല്ലെങ്കിൽ സ്വന്തം അപ്പനാൽ മറ്റുള്ളവരുടെ പ്രേരണകളാൽ വധിക്കപ്പെടുകയാണ്. ഒന്നോടാൻ പോലും സ്ഥലമില്ലാതെ, ഒന്നുറക്കം നിലവിളിക്കാൻ പോലും കഴിയാതെ ഓരോ കുഞ്ഞു ജീവിതങ്ങൾ ഓരോ സ്ത്രീയുടെ ഉദരത്തിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ആരുമില്ല, അവർക്ക് വേണ്ടി അല്പം ത്യാഗം എടുക്കാൻ ആരുമില്ലാത്തൊരു കാലഘട്ടമാണ്. അത് തെറ്റല്ല എന്ന് പറയുന്ന ഒരു ലോകമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ലോകത്ത്, നമ്മുടെ ഈ ദേശത്ത് ഇത് നടമാടുന്ന ഒരു മ്ലേച്ഛതയാണിത്. നമുക്കതിനെതിരെ പ്രാർത്ഥിക്കണം, കണ്ണീരൊഴുക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരുണ തോന്നണമേ എന്ന് പാടുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് നമ്മൾ പാടണം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇപ്പോൾ അത് ചെയ്യുന്നവരുടെ മേൽ കരുണ ഒഴുക്കണം. അതിന് ഇരയാകുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ദൈവം ഒഴുക്കണം. അപ്പോൾ വ്യത്യാസം ഉണ്ടാകും. കരങ്ങളെ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, ഈ ഭ്രൂണഹത്യയിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമെന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. അങ്ങനെ ചെയ്യുന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാ സ്ത്രീ പുരുഷന്മാരെയും അതിന് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സമർപ്പിച്ച് അവരുടെ മേൽ കരുണ തോന്നണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, കർത്താവേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരങ്ങൾ കൂപ്പി ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ വേദന മനസ്സിലാവില്ലായിരിക്കാം. വിലാപങ്ങളുടെ പുസ്തകം പറയുകയാണ്, നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുരക്ഷിതമെന്ന് കരുതുന്ന അമ്മയുടെ ഉദരം ഇന്ന് കൊലക്കളമായി മാറുകയാണ്. സുരക്ഷിതമെന്ന് കരുതുന്ന അമ്മയുടെ ഉദരം, ഗർഭപാത്രം ഇന്ന് കൊലക്കളമാണ്. എത്രയോ നിഷ്കളങ്ക രക്തമാണ് ഈ ഭൂമിയിലേക്ക് വീഴുന്നത്. കായേലിനോട് ദൈവം പറഞ്ഞു, നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വാവിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ഇന്ന് എത്രയോ കുടുംബങ്ങൾ, എത്രയോ വ്യക്തികൾ ഇതുപോലുള്ള തിന്മകൾ ചെയ്ത് ഇതുപോലുള്ള അകൃത്യങ്ങൾ തങ്ങളുടെ തലയിൽ വരുത്തി വെക്കുകയാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജഡസുഖത്തിന് വേണ്ടി അവൻ അധ്വാനിച്ചപ്പോൾ അതിൻ്റെ ഫലമായി ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഭൂമിയിൽ അറ്റുപോയി. ഒരു മനുഷ്യ കുഞ്ഞ് ഭൂമിയിൽ ജനിക്കാതെ പോയി. അതിനെ നിഷ്കരുണം വധിച്ചു കളഞ്ഞു. ആ പാപം ഇന്ന് ലോകത്തിൻ്റെ മേലുണ്ട്. ആ അകൃത്യം ഇന്ന് ലോകത്തിൻ്റെ മേലുണ്ട്. മൃഷ്ടാന ഭോജനം പോലെ അനേകര് ഭ്രൂണം ഭുജിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ ലോകത്ത്. അതിനെല്ലാം എതിരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. സാത്താൻ ഒരുക്കുന്ന ഈ കുതന്ത്രത്തെ നശിപ്പിക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. കർത്താവായ ദൈവമേ, ഭ്രൂണഹത്യ പാപമല്ലെന്ന് ചിന്തിക്കുന്ന, അത് തെറ്റല്ലെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജനത ഇന്ന് ലോകത്ത് വളർന്നു വരികയാണ്. എൻ്റെ കർത്താവേ, അതിലടങ്ങിയിരിക്കുന്ന തിന്മ എന്താണ്, അതിൻ്റെ ആ നിഷ്കളങ്ക രക്തം ചൊരിയുന്നതിൻ്റെ പരിണിത ഫലം എന്താണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ അങ്ങയുടെ ആത്മാവിനെ അവരുടെ മേൽ അയച്ച് അവർക്ക് പാപബോധവും പശ്ചാത്താപവും നൽകി ആ തിന്മയിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ മേഖലയിൽ ഓരോ വ്യക്തികൾ ചെയ്യുന്ന തിന്മയ്ക്കെതിരെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവർ ഒരിക്കൽ കൂടെ 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഓരോ മേഖല പറയുമ്പോൾ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് സമൂഹം ഒരുമിച്ച് പറയണം. കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് സമൂഹം ഒരുമിച്ച് പറയുമ്പോൾ ആ സമർപ്പിക്കുന്ന മേഖലയുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ദൈവം വർഷിക്കും. അങ്ങനെ ഈ തിന്മ ലോകത്തിൽ നിന്ന് ഇല്ലാതായിത്തീരും. അത് വിശ്വസിച്ച് ത്യാഗം ഏതൊരു പ്രാർത്ഥനയ്ക്കും അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്പനേരം ബുദ്ധിമുട്ട് സഹിച്ച് ക്ലേശം സഹിച്ച് നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ അവരുടെ മേൽ കരുണയുണ്ടാകണമേ, ദൈവമേ കരുണയുണ്ടാകണമേ എന്ന് മറുപടിയായിട്ട് പറയാം. ഓരോരുത്തരും ദൈവമേ കരുണയുണ്ടാകണമേ എന്ന് മറുപടിയായിട്ട് പറയാം. കർത്താവായ ദൈവമേ, ഇപ്പോൾ ലോകത്ത് ഭ്രൂണഹത്യയ്ക്ക് ഒരുങ്ങുന്ന എല്ലാവരുടെയും മേൽ, ഇപ്പോൾ ഭ്രൂണഹത്യ മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ, അതിനൊരുക്കിയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളുടെ മേൽ, അതിന് പ്രേരിപ്പിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേൽ 2 കരങ്ങളും ഉയർത്തി കർത്താവിൻ്റെ കരുണ ഈ മേഖലയിലെല്ലാം വ്യാപരിച്ച് വിടുതൽ ജനത്തിനുണ്ടാകാൻ വേണ്ടി ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് ചെയ്യുന്നവർ, അതിന് പ്രേരിപ്പിക്കുന്നവർ, സഹായിക്കുന്നവർ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരുണ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭ്രൂണഹത്യ മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് ചെയ്യുന്നവര്, അതിന് പ്രവർത്തിക്കുന്നവര്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരൊക്കെ ഇന്ന് മാനസാന്തരപ്പെടുന്ന ഒരു അംശം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ തിരക്കത്തിന്റെ ശക്തിയാൽ ഈ തിന്മ ലോകത്തിൽ വിട്ടുപോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ആരാധന, ആരാധന. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുത കരം നീട്ടിപ്പിടിക്കണമേ, അങ്ങയുടെ അത്ഭുത ശക്തി അയക്കണമേ, ആത്മാവിന്റെ കൊടുങ്കാറ്റ് അയക്കണമേ. കർത്താവേ, ഈശോയുടെ നാമത്തിൽ കരങ്ങൾ കൂപ്പി നമുക്ക് തുടർന്ന് അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മനസ്സുകൊണ്ട് ഒരുങ്ങാം. കരങ്ങൾ കൂപ്പി ഭക്തിപൂർവ്വം നിന്ന് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, സ്നേഹമുള്ള പിതാവേ, കരുണയുള്ള കർത്താവേ, ഞങ്ങളെല്ലാവരെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളുമെല്ലാം അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. സ്നേഹപിതാവേ, അവിടുത്തെ രൂപത്തിലും സാദൃശ്യത്തിലും അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടുത്തെ ജീവൻ മനുഷ്യന് അവിടുന്ന് ദാനമായി നൽകി. നല്ല ദൈവമേ, അവിടുത്തെ ഏറ്റവും വലിയ ദാനമാണ് അവിടുന്ന് നൽകിയ ജീവൻ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ അവിടുത്തെ ജീവനെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, അങ്ങ് നൽകിയ ആ ജീവൻ്റെ മൂല്യം മനസ്സിലാക്കാതെ പോകുന്ന ധാരാളം പേര് ഞങ്ങളുടെ ലോകത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിലുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, അവരെല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഭ്രൂണഹത്യക്കിരയായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുമുഖം കാണുവാൻ അവർക്ക് കൃപ നൽകണമേ. നല്ല ദൈവമേ, ഭ്രൂണഹത്യ എന്ന ജീവനെ എടുക്കുന്ന
വലിയ പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുകയും അതിന് സാഹചര്യം ഒരുക്കുകയും ആ പാപത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കരുണയ്ക്കായി അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കാരുണ്യമുള്ള പിതാവേ, അവരുടെ എല്ലാവരുടെയും മേൽ കരുണയായിരിക്കണമേ. അവരുടെ പാപങ്ങൾക്ക് അവിടുന്ന് പൊറുതി നൽകണമേ. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കണമേ. സ്നേഹപിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് അവരെ അവിടുന്ന് ശിക്ഷിക്കരുതേ. അവർക്ക് വേണ്ടി അവിടുന്ന് കരുണ വർഷിക്കണമേ. നല്ല ദൈവമേ, ഈ തിന്മയുടെ ശക്തികൾ ഞങ്ങളുടെ ലോകത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് അവിടുന്ന് കൃപ നൽകണമേ. തിന്മയുടെ എല്ലാ ശക്തികളുടെയും മേൽ വിജയം വരിച്ച ക്രൂശിതനായ കർത്താവേ, അവിടുത്തെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നുള്ള മോചനം നൽകണമേ. ജീവനപഹരിക്കുന്ന, പ്രത്യേകിച്ച് ഭ്രൂണഹത്യ എന്ന തിന്മയിലൂടെ ജീവനപഹരിക്കുന്ന ആ തിന്മയുടെ പൈശാചിക ശക്തികളെല്ലാം അകന്നു പോകുവാനായിട്ട് ഈശോയെ അവിടുന്ന് കരുണ ചൊരിയണമേ. അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും പാപങ്ങളിൽ നിന്ന് മോചിച്ച് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്നേഹപിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്വീകരിച്ച് അവിടുത്തെ വാഗ്ദാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഭ്രൂണഹത്യ എന്ന വലിയ തിന്മ ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും, ഈ ലോകത്തിൽ നിന്നുമെല്ലാം അകറ്റി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.